ഈ ഈ പരിസര ശുചിത്വം എന്ന് പറയുന്ന പരിസര ശുചിത്വം എന്ന് പറയുന്നത് ചവറുകൾ കത്തിക്കലാണ് നമ്മളെ സമൂഹത്തിൽ നിന്ന് കാണുന്നത്. അതായത് പരിസര ശുചിത്വം എന്ന് പറയുന്നത് ചവറുകൾ കത്തിക്കലല്ല, അത് ശാസ്ത്രീയപരമായുള്ള മാലിന്യ സംസ്കരണമാണ് വേണ്ടത്. നമ്മളെ വീടിന്റെ പരിസരവും നമ്മൾ നോക്കുമ്പോൾ നമ്മൾ എത്ര ബോധവൽക്കരണം നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും വീടിന്റെ പരിസരവും ഒക്കെ ഈ ചവറുകൾ കൂട്ടിയിട്ട് കത്തിക്കുന്നതാണ് ശുചിത്വമായി കാണുന്നത്. വീട് മുതൽ കോർപ്പറേഷൻ വരെയും ഈ കോർപ്പറേഷനിൽ നിൽക്കുന്ന ജോലിക്കാരും ഇതാണ് ഈ പൊതു സെറ്റിംഗ് ആണ്. പൊതുബോധ രീതി എന്ന് വെച്ചാൽ ഈ കത്തിക്കുമ്പോൾ എല്ലാ പരിസരം വൃത്തിയായി എന്നാണ് കാണുന്നത്. അതായത് ഈ കാലഘട്ടത്തിൽ മഴക്കാലം മാറി വന്ന സ്ഥിതിക്ക് ഇലകളെല്ലാം കൊഴിയാറുണ്ട്. അത് കരിയിലായി മാറി ചവറായി തൊട്ടുപാടും കരിയിലകൾ കിടക്കുന്നതുകൊണ്ട് തൂത്തുകൂട്ടി ഇട്ട് കത്തിക്കുന്ന രീതിയാണ് ഇന്ന് സമൂഹത്തിൽ കാണുന്നത്. ഇത് പറഞ്ഞത് വീട് മുതൽ കോർപ്പറേഷൻ വരെ, ഈ കോർപ്പറേഷനിലെ ഓഫീസിലെ ജീവനക്കാരെല്ലാം ഈ ചെയ്യുന്നത് കൂട്ടിയിട്ട് കത്തിച്ചു പരിസരം വൃത്തിയാക്കി കാണുക എന്നാണ്. യഥാർത്ഥത്തിൽ ചവറുകൾ കത്തിക്കുന്നത് കൊണ്ട് വളരെയധികം ദോഷങ്ങൾ ഉള്ളതാണ് ശാസ്ത്രം കണ്ടെത്തിയിട്ടുള്ളത്. പ്രധാനപ്പെട്ടായി വായു മലിനീകരണം, റബ്ബർ, ഈ പ്ലാസ്റ്റിക്, തുണികൾ തുടങ്ങിയ ചവറുകൾ കത്തിക്കുമ്പോൾ ഒരു വിഷവാതകം പുറത്തേക്ക് വരും. ഡയോക്സിൻ അതൊരു വാതകമാണ്. കാർബൺ മോണോക്സൈഡ് ഇതുപോലെ സാധനങ്ങൾ കത്തിക്കുമ്പോൾ ഈ വിഷവാതകങ്ങൾ പുറത്തു വരും. ഇത് ശ്വാസകോശത്തിൽ ഗുരുതരമായ ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കുകയാണെന്ന് ആരോഗ്യ വിദഗ്ധർ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആസ്മ, ബ്രോങ്കൈറ്റിസ് പോലുള്ള ശ്വാസകോശ രോഗങ്ങളും ഈ നമ്മൾ കണ്ണിന്, മൂക്കിന്, തൊണ്ടയ്ക്കൊക്കെ എരിച്ചിൽ വരാനുള്ള സാധ്യതയും ഈ കത്തിക്കൽ കൊണ്ട് സംഭവിക്കാറുണ്ട്. പിന്നെ പരിസ്ഥിതിക്കുണ്ടാകുന്ന നാശം, കത്തിക്കുമ്പോൾ പുറപ്പെടുന്ന വിഷവസ്തുക്കൾ, ഈ പറഞ്ഞ പോലെ നേരത്തെ ഉള്ള കാർബൺ മോണോക്സൈഡും ഡയോക്സിനും ഇതൊക്കെ മണ്ണിലും വെള്ളത്തിലും കലർന്ന് പരിസ്ഥിതിയെ ബാധിക്കാറുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട സാധനം എന്താന്ന് പറഞ്ഞത് കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന വ്യതിയാനം. നമ്മുടെ ചെറിയ കത്തിക്കലാണ്, എല്ലായിടത്തും കത്തിക്കുകയാണ്. ഇത് നമ്മുടെ കാലാവസ്ഥയിൽ വ്യതിയാനം സംഭവിക്കും. ഈ ചവറുകളെല്ലാം കത്തിക്കുമ്പോൾ, കരിയില ഉൾപ്പെടെയുള്ള കത്തിക്കുമ്പോൾ കാർബൺ ഡയോക്സൈഡ് പോലുള്ള ഗ്രീൻ ഹൗസ് വാതകങ്ങളുടെ അളവ് വർദ്ധിക്കുകയും അത് ആഗോളതാപനത്തിന് കാരണമാവുക എന്നുള്ളത് ശാസ്ത്രീയപരമായി കണ്ടെത്തിയിട്ടുള്ള കാരണമാണ്. അപ്പം നമ്മൾ ഈ കത്തിക്കുന്നത് പരിസര ശുചിത്വത്തിനേക്കാളും പരിസര ശുചിത്വമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ പോലും അത് വലിയൊരു മാലിന്യമാണ് ഉണ്ടാക്കുന്നത് യാഥാർത്ഥ്യമാണ്. ഈ കത്തിക്കൽ ഒരു പരിസര ശുചിത്വമല്ല, അത് കാണിക്കുന്നത് ഭയങ്കരമായ പാരിസ്ഥിതിക പ്രശ്നമാണെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്നാണ് യാഥാർത്ഥ്യം. അതുപോലെ തന്നെയാണ് പിന്നെ ഉണ്ടാവുന്നത് ഈ അഗ്നിബാധ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഈ കത്തിക്കുന്ന സമയത്ത് തൊട്ടടുത്തുള്ള പുരയിടത്തിലൊക്കെ തീ പടർന്നു പിടിക്കാൻ സാധ്യതയുണ്ട്. അവിടെ ചെടികളെ ബാധിക്കും. ഈ മനുഷ്യനെ ബാധിക്കുന്നത് പോലെ തന്നെ പക്ഷികൾക്ക് ഈ ചൂടും അതിന്റെ വിഷബാധവും ശ്വസിക്കുന്നതിന് പരമേ ആട്ടി പോയിക്കാറുണ്ട്. മൃഗങ്ങൾക്കും, നമ്മുടെ നാട്ടിൽ വളർത്തുന്ന മൃഗങ്ങളായാലും കാട്ടിലെ മൃഗങ്ങൾക്കും ഇതിന്റെ ദോഷങ്ങൾ ബാധിക്കാറുണ്ട്. മൊത്തത്തില് ഈ ചവറുകൾ കത്തിക്കുന്നത് ഒരു സാമൂഹ്യ മാലിന്യമാണ്. അതായത് അത് മൊത്തത്തിലൊരു പരിസ്ഥിതി നാശ പ്രവർത്തനമാണ് നടക്കുന്നത്. അത് അവിടെ കിടന്നാലും കുഴപ്പമില്ല, നിങ്ങൾ തൂത്തുകൂട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, അത് കത്തിക്കുന്നത് വളരെ ദോഷമാണെന്നുള്ള യാഥാർത്ഥ്യമാണ്. ഇതിന് നിയമപരമായ ഇതിന് ശാസ്ത്രീയമായ നിരീക്ഷണം നടത്തിയിട്ട് ഇതിന് നിയമപരമായുള്ള നടപടികളുണ്ട്. ഫൈന് പോലുള്ള ആദ്യങ്ങൾ സർക്കാർ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ശുചിത്വ മിഷനും ഹരിത ട്രൈബ്യൂണലും ഇതൊക്കെ ഏർപ്പെടുന്നുണ്ട്. ഒരു ചവറുകൾ കൂട്ടിയിട്ട് കത്തിച്ചാൽ 5000 രൂപ മുതൽ 25,000 രൂപ വരെ ഫൈൻ ഈടാക്കുവാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ ചവറുകൾ എന്ന് പറയുന്നത് എന്ത് ചെയ്യാം എന്നുള്ളത് അതും വ്യക്തമായി ശാസ്ത്രീയ നിരീക്ഷകർ പറഞ്ഞിട്ടുണ്ട്. ചവറുകൾ കൂട്ടി അതായത് വേർതിരിക്കുക എന്നുള്ളതാണ്. ജൈവപരമായുള്ള ചവറുകൾ കമ്പോസ്റ്റ് ആക്കുക. അതായത് ഈ പറഞ്ഞ ഈ ഇലകളുടെയൊക്കെ കരിയിലകൾ പോലുള്ള സാധനങ്ങൾ ഒരുമിച്ച് കൂട്ടിയിട്ട് കുറച്ച് മണ്ണിട്ടാൽ മതി, അത് കമ്പോസ്റ്റായി മാറും. അത് കത്തിച്ചാൽ അത് മാലിന്യമായി മാറുന്ന യാഥാർത്ഥ്യമാണ്.
പ്ലാസ്റ്റിക് പോലെയുള്ള മാലിന്യങ്ങളെ റീസൈക്ലിങ്ങിന് അയക്കുക എന്നാണ്. അതിനു വേണ്ടിയുള്ള പ്രത്യേകം ഹരിതകർമ്മ സേനയെ കൊണ്ട് അവരെ ഏൽപ്പിക്കുക എന്നാണ് അതിന്റെ ശാസ്ത്രീയപരമായ രീതി. യഥാർത്ഥത്തില് ഇത് പരിസര ശുചിത്വത്തിന് വേണ്ടി ചവറുകൾ കത്തിക്കല്ല വേണ്ടത്, അതിന് ശാസ്ത്രീയപരമായുള്ള മാലിന്യ സംസ്കരണമാണ് നമ്മൾ സമൂഹത്തിൽ പറയേണ്ടത്. നമ്മൾ നോക്കുമ്പോൾ വളരെ വൃത്തിയായി കാണും, അത് കൂട്ടിയിട്ട് കത്തിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. കത്തിക്കുന്നത് വളരെയധികം അപകടമാണ്. കത്തിക്കല്ല ചെയ്യേണ്ടത്. അത് ജൈവ മാലിന്യമാണെങ്കിൽ അതിനെ കമ്പോസ്റ്റായി മാറ്റുക, പ്ലാസ്റ്റിക്കിനെ ഹരിതകർമ്മസേനയെ ഏൽപ്പിച്ച് അത് റീസൈക്ലിംഗിന് വേണ്ടി കൊടുക്കാൻ വേണ്ടി ശുപാർശ ചെയ്യുക എന്നാണ്. അപ്പം കത്തിക്കലല്ല പരിസര ശുചിത്വം, ശാസ്ത്രീയമായ മാലിന്യ സംസ്കരണമാണ് വേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.